എടുത്ത് വെക്കുക. പൊടി ഒന്ന് ഇളക്കി കഴിഞ്ഞിട്ട് മീൻ കഷ്ണം അങ്ങോട്ട് തറക്കിയിടുക. അപ്പോഴത്തേക്ക് ടേസ്റ്റി ആയിട്ട് ഇച്ചിരി കൂടെ വേവിക്കുന്ന എങ്ങനെയാണെന്നുള്ളത് ആദ്യം പറയാം. ആദ്യം നമ്മൾ കപ്പ എല്ലാം പൊളിച്ച് കൊത്തി അതിൻ്റെ പരുവത്തിന് എടുത്ത് കഴുകി വാരി എടുത്ത് വെള്ളം. എൻ്റെ ഫ്രണ്ടിൻ്റെ മമ്മിയാണ് ജിബിയുടെ മമ്മിയാണ്, കോട്ടയംകാരാണ്. അപ്പോൾ ട്രഡീഷണൽ ആയിട്ടുള്ള കോട്ടയം റെസിപ്പി കിട്ടാൻ വേണ്ടിയിട്ടാണ് മമ്മീൻ്റെ അടുത്ത് ചോദിച്ചത്. എത്ര ഡീറ്റെയിൽ ആയിട്ടാണെന്ന് അറിയാം മമ്മി പറഞ്ഞു തന്നത്. ഇനി ഒരു ഡൗട്ടും ഇതിനകത്ത് തോന്നില്ല, അത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അടുപ്പില് ചട്ടി വെച്ചത് മുതൽ അത് ഫുൾ റെഡി ആവുന്നത് വരെ കംപ്ലീറ്റ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. പിന്നെ പൊടികളിലൊക്കെ മമ്മി പറഞ്ഞെന്തെങ്കിലും ചെറിയ വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. കാരണം നല്ല എരിവുള്ള കറിയാണ് സാധാരണ കോട്ടയം മീൻ കറി എന്ന് പറഞ്ഞാൽ. എനിക്കും ഇക്കാക്കും എരിവ് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ടാനുവിന് കൊടുക്കേണ്ടത് കാരണം എരിവൊക്കെ കുറച്ചിട്ടുണ്ട്, അല്ലാതെ വേറെ ഒരു മാറ്റവും ഇല്ല. അപ്പോൾ നമുക്ക് ഈ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം നമുക്ക് മീൻ കറി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കാം. എന്നിട്ട് ഉലുവ ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊരു 5 ചെറിയുള്ളിയാണിത്. ചെറിയുള്ളി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 6 വെളുത്തുള്ളിയും ഒരു മീഡിയം സൈസ് ഇഞ്ചിയും കൂടെ ചതച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ മസാല റെഡിയാക്കിയെടുക്കാം. 2 ടേബിൾ സ്പൂൺ നല്ല മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഇത്രയും കൂടെ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒരു പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കാം. നമ്മൾ ചട്ടിയിലേക്ക് ഇടുമ്പോൾ മസാല കരിഞ്ഞു പോവാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതുപോലൊരു പേസ്റ്റ് ആക്കിയെടുക്കാം. നമ്മൾ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മുടെ മസാല ചേർത്ത് പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് കുടംപുളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 4 കഷ്ണം കുടംപുളി കുറച്ച് വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണിത്. ഇത് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുത്ത ശേഷം പാകത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് ഇത് തിളയ്ക്കാനായിട്ട് മൂടി വയ്ക്കാം. ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ മീനിപ്പോൾ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്ത് കൊടുക്കാം. മുകളിലായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നിറയെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ടിതൊന്ന് അടച്ച് വെച്ച് കുറച്ച് സമയം മാറ്റി വയ്ക്കാം. ഇനി കപ്പ വേവിച്ചെടുക്കാനായിട്ട് ഞാനിവിടെ ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, കറിവേപ്പില എടുത്തിട്ടുണ്ട്, കടുകും ഉണക്കമുളകും എടുത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ വെളിച്ചെണ്ണ, ഉപ്പ് ഇതൊക്കെ വേണം. പിന്നെ അരപ്പിനായിട്ട് തേങ്ങയുണ്ട്. തേങ്ങയിലേക്ക് ഒരു 2-3 ചെറിയുള്ളിയും 2 വെളുത്തുള്ളിയും 2 പച്ചമുളകുമാണ്. പിന്നെ കപ്പ ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ആദ്യം നമുക്ക് കപ്പ വേവിച്ചെടുക്കാം. അതിനായിട്ട് വെള്ളത്തിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് തിളപ്പിച്ചെടുക്കാം. ഈ തിളച്ച വെള്ളത്തിലേക്ക് നമുക്ക് കപ്പ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അടച്ച് വെച്ച് വേവിക്കാം. ഇനി നമ്മുടെ ചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. അതിലേക്ക് ഒരു 5 ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളി ഒന്ന് കളർ മാറി തുടങ്ങുമ്പോൾ അതിലേക്ക് നമുക്ക് ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം. ഒരു 3 ഉണക്കമുളക് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമുക്കിനി കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് വഴണ്ട് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. ഈ അരപ്പ് നന്നായിട്ട് ഇളക്കിയെടുക്കണം. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി ഒന്ന് ചെറുതായിട്ട് വെന്ത് വരണം. ഇനി നമുക്കിതിലേക്ക് കപ്പ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് അരപ്പുമായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. വലിയ പീസുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉടച്ചു കൊടുക്കണം. എന്നിട്ട് ഇത് വീണ്ടും അടച്ചു വെച്ച് വേവിക്കാം.
ഇപ്പോൾ നമ്മുടെ കപ്പ നല്ല പരുവത്തിലായി വന്നിട്ടുണ്ട്. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് കപ്പ ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മൾ കുറച്ച് കപ്പ എടുത്ത് കറിയിൽ മുക്കിയെടുത്ത് ഒരു മീനിൻ്റെ ഒരു കഷ്ണം എടുത്ത് ഇതിൽ കൂട്ടി എല്ലാം കൂടി മിക്സ് ചെയ്ത് സൂപ്പറാ, അടിപൊളി. എൻ്റെ ടാനു കഴിക്കാൻ പോവാണ്. അപ്പോൾ എൻ്റെ ടാനുകൂട്ടനെ ടേസ്റ്റ് ചെയ്ത് നോക്കാം. ടാനുകൂട്ടൻ ടേസ്റ്റ് ചെയ്ത് നോക്കും കേട്ടോ. ബാബ ടേസ്റ്റ് ചെയ്തു, അടിപൊളിയാണ്. അപ്പോൾ ടാനു ടേസ്റ്റ് ചെയ്ത് നോക്കേ. ഓക്കെ, കുറച്ച് ഫിഷ് എടുത്ത് കറിയിലേക്ക് ഫിഷ് ആണോ? നല്ല ടേസ്റ്റ് ഉണ്ടോ?